മറ്റുള്ളവരുടെ മൂഡ് മാറുന്നതനുസരിച്ച് നിങ്ങളുടെ മൂഡ് സ്പോയിൽ ആവാറുണ്ടോ? അതായത് അവർ ദേഷ്യപ്പെട്ടാൽ നിങ്ങളും ദേഷ്യപ്പെടും, അവർ ഹാപ്പി ആണെങ്കിൽ നിങ്ങളും ഹാപ്പി ആവും, അവർക്ക് സങ്കടമാണെങ്കിൽ നിങ്ങൾക്കും സങ്കടമാവും, അവരൊന്ന് റെസ്റ്റ്ലെസ് ആയാൽ നിങ്ങളും റെസ്റ്റ്ലെസ് ആവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇമോഷണലി ഇൻഡിപെൻഡൻസ് ഇല്ല എന്ന്. നിങ്ങളൊരു ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയ വ്യക്തിയാണെങ്കിൽ, അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഒരാളുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ അവരത് ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തളർന്നു പോകുന്നൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആണെന്ന്. അതുപോലെ തന്നെയാണ് തുടർച്ചയായിട്ടുള്ള റീഅഷ്വറൻസ് സീക്ക് ചെയ്യുക എന്നുള്ളത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആണെന്ന്. ഇങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓൾവേസ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരും. നിങ്ങളുടെ ലൈഫിൻ്റെ പല ഡിസിഷൻസും അവരായിരിക്കും എടുക്കുന്നത്. ഒരിക്കലും മറ്റൊരാളുടെ അപ്രൂവൽ ആയിരിക്കരുത് നിങ്ങൾക്ക് സമാധാനം കിട്ടേണ്ടത്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം.